വെൽക്കം ബാക്ക് ടു ഷാഹീസ് ഫീസ്റ്റ് ആൻഡ് ട്രീറ്റ്സ്. നമുക്ക് നല്ല അടിപൊളി നല്ല എരിവുള്ള സൂപ്പർ ടേസ്റ്റി ഒരു കട്ട് മാംഗോ പിക്കിളുടെ റെസിപ്പി നോക്കാം. നല്ല എരിവും നല്ല ടേസ്റ്റുമാണ്. നമുക്ക് മലയാളികളുടെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമല്ല അച്ചാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 അത്യാവശ്യം വലുപ്പമുള്ള 3 മാങ്ങ ചെറുതാക്കി മുറിച്ചെടുത്തത്. നിങ്ങൾ മാങ്ങ എത്ര എടുക്കുന്നത് അതനുസരിച്ച് എല്ലാത്തിൻ്റെ പ്രൊപ്പോർഷനും മാറ്റിയെടുക്കാം. പിന്നെ 2 ചെറിയ ബൾബ് വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിയുക, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ കാശ്മീരി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി മിക്സ് ചെയ്തെടുത്തത്, അച്ചാർ പൊടി 4 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മുടെ കടുക് ഉലുവ ഒരേ അളവിലെടുത്തിട്ട് വറുത്ത് ചെറിയ തീയിൽ വെച്ച് പൊട്ടുന്നത് വരെ വറുത്തിട്ട് പൊടിച്ചെടുക്കുന്ന ഇത്. ഞാനിത് ഉണ്ടാക്കി ഒരു എയർ ടൈറ്റ് കുപ്പിയിലാക്കി വെക്കാറ്. അങ്ങനെ വെച്ചാൽ കുറച്ച് കാലത്ത് നന്നായിട്ട് കേടുവരാതെ ഇരിക്കാം. പിന്നെ കായത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, നമ്മുടെ സാമ്പാർ കായത്തിൻ്റെ പൊടി തന്നെയാണിത്. വിനെഗർ 1 ചെറിയ കപ്പ്. നമുക്ക് ആദ്യം നമ്മുടെ മാങ്ങ മുറിച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പൊക്കെ മാങ്ങയിലോട്ടങ്ങ് ഇറങ്ങട്ടെ. അതിനുശേഷം നമ്മളിത് 1 മണിക്കൂർ പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ശേഷം നമുക്ക് ഒരു അടി കട്ടിയുള്ള ചീനച്ചട്ടിയോ ഉരുളിയോ ഒക്കെ വെച്ചിട്ട് അതിൽ 1/4 to 1 കപ്പ് വരെ വെളിച്ചെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ലെണ്ണ ഉപയോഗിച്ചാൽ കുറച്ച് കാലം കൂടുതൽ കാലം കേടുവരാതിരിക്കും. അതിലേക്ക് കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇത് 3 ഇടുക. അത് നന്നായിട്ട് മൂക്കണം. ഇതിൻ്റെ മൂപ്പ് കുറഞ്ഞാൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടുവരും. ഇതിൽ കാണുന്ന പോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ കാശ്മീരി, 2 ടേബിൾ സ്പൂൺ മുളക് മിക്സ് ചെയ്തത്, പിന്നെ 4 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കടുക് ഉലുവ വറുത്ത് പൊടിച്ച പൊടി, 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ചെറിയ തീ കുറച്ച് വെച്ച് ചെറിയ തീയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരട്ടെ. അച്ചാറുണ്ടാക്കുമ്പോൾ അടുക്കളയ്ക്ക് തന്നെ നല്ലൊരു മണം കുറേ സമയത്തേക്ക്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതിൽ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞളും തിരുമ്പി വെച്ച മാങ്ങ ഇതിലോട്ടിടാം. പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. അധിക സമയം കുക്ക് ചെയ്യരുത്, അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. വിനെഗർ ഒഴിച്ചു. നമ്മുടെ അടിപൊളി മാങ്ങ അച്ചാർ. അടുപ്പ് ഓഫ് ചെയ്യാം. മാങ്ങ അച്ചാർ റെഡിയാണ്. ഇത് അന്ന് എടുക്കരുത്. നമ്മുടെ കടുക് ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കയ്പുണ്ടാവും. പിറ്റേ ദിവസം മുതൽ എടുക്കാം. ഒരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല രുചി കൂടും. ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാം. എന്തായാലും ഇഷ്ടമാവും നിങ്ങൾക്കത്. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.